36 വയസ്സുകാരനായ കച്ചവടക്കാരൻ PV അബ്ദുറഹീം സാഹിബിൻ്റെ താജ് ഗ്രൂപ്പ് MD മനസ്സിൽ ഉദിച്ച ആശയം, നാട്ടിലെ കഷ്ടപ്പെടുന്ന പാവങ്ങൾക്ക് ഈ കൊച്ചു കതറയിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചിന്ത തൻ്റെ പ്രിയ സുഹൃത്ത് P സുബൈറും സഫാസ് ഗ്രൂപ്പ് MD മറ്റു അഭ്യുദയകാംക്ഷികളും ഒത്തുചേർന്നപ്പോൾ പോമയുടെ രൂപീകരണമായി. ഇന്ന് 25 വർഷം പിന്നിടുന്ന പോമയുടെ പ്രവർത്തനങ്ങൾ നാട്ടിലെ ആയിരക്കണക്കിന് പാവങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാനും അവരുടെ പ്രയാസങ്ങൾക്ക് കൂടെ നിൽക്കാനും കഴിഞ്ഞു എന്നത് പോമയുടെ ഓരോ പ്രവർത്തകർക്കും സന്തോഷവും അഭിമാനവും നൽകുന്നു. അൽഹംദുലില്ലാഹ്. കതറയിലെയും സമീപ പ്രദേശങ്ങളിലും ഉദാരമതികളിൽ നിന്നും ലഭിക്കുന്ന സാമ്പത്തിക സഹായത്താൽ നാളിതുവരെ ശരാശരി ഏകദേശം 19 ലക്ഷം രൂപയുടെ സഹായം എല്ലാ വർഷവും നാട്ടിലെ അശരണർക്ക് എത്തിച്ചു നൽകാൻ കഴിഞ്ഞത് പോമയുടെ നാട്ടിലെയും ഇവിടുത്തെയും പ്രവർത്തകരുടെ സജീവ പ്രവർത്തന ഫലമാണ്. പോമയുടെ പ്രവർത്തന രീതി: പോമയിലേക്ക് സഹായത്തിന് ഒരു അപേക്ഷ ലഭിച്ചാൽ ഉടൻ നാട്ടിലെ പോമയുടെ പ്രവർത്തകർ അപേക്ഷയുടെ നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുകയും അർഹതപ്പെട്ട അപേക്ഷയാണെങ്കിൽ എത്രയും പെട്ടെന്ന് സഹായം അപേക്ഷകന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. 2023-2025 കാലയളവിലെ പോമയുടെ പ്രവർത്തന റിപ്പോർട്ട്. റേഷൻ പദ്ധതി: അനാഥകളും വിധവകളും നിത്യരോഗത്താൽ ജീവിതം വഴിമുട്ടിയവരുമായ 63 നിർധന കുടുംബങ്ങൾക്ക് മാസം തോറും 1000 രൂപയുടെ നിത്യോപയോഗ ഭക്ഷണ സാധനങ്ങൾ പോമയുടെ റേഷൻ പദ്ധതി വഴി നൽകി വരുന്നു. അവശ്യ സാധനങ്ങൾ അവരുടെ വീടിന് സമീപമുള്ള കടയിൽ നിന്ന് തന്നെ നേരിട്ട് ആവശ്യാനുസരണം വാങ്ങാവുന്ന രീതിയിലാണ് റേഷൻ പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത്. ചികിത്സാ സഹായം: അപകടങ്ങൾ സംഭവിച്ചും മാരക രോഗങ്ങൾ പിടിപെട്ടും ചിലവേറിയ ചികിത്സകൾക്ക് വിധേയരായ 30 വ്യക്തികളുടെ ചികിത്സാ ചെലവിലേക്ക് ധനസഹായം എത്തിക്കാൻ കഴിഞ്ഞു. ചികിത്സ നടക്കുന്ന ആശുപത്രികളിലേക്ക് നേരിട്ട് പണം അടക്കുന്ന രീതിയാണ് പോമ തുടരുന്നത്. വീട് പുനർനിർമ്മാണ സഹായം: ചോർന്നൊലിക്കുന്നതും തകർന്ന് താമസയോഗ്യമല്ലാത്തതുമായ വീടുകളുടെ പുനർനിർമ്മാണത്തിലേക്കും അറ്റകുറ്റപ്പണികൾക്കുമായി 18 കുടുംബങ്ങൾക്ക് പോമയിൽ നിന്ന് സഹായം എത്തിക്കാൻ സാധിച്ചു. ഈദ് പുടവ: പോമ പ്രവർത്തകർ അന്വേഷിച്ചു കണ്ടെത്തിയ വളരെ അർഹതപ്പെട്ട മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ 180 പേർക്ക് പെരുന്നാളിന് പുതുവസ്ത്രം നൽകാൻ ഈ കാലയളവിൽ പോമയ്ക്ക് സാധിച്ചു. കുട്ടികളുടെ ഇഷ്ടത്തോടെ രക്ഷിതാക്കൾക്കൊപ്പം കടയിൽ ചെന്ന് വസ്ത്രം വാങ്ങാൻ അവസരമൊരുക്കിയ രീതി വളരെ മാതൃകാപരമായിരുന്നു. പൊന്നാനി ഡയാലിസിസ് സെൻ്ററിനുള്ള സഹായം: പൊന്നാനി മുനിസിപ്പാലിറ്റിയുടെ സൗജന്യ ഡയാലിസിസ് സെൻ്ററിലേക്ക് 6 ലക്ഷം രൂപ വരുന്ന മരുന്നും അനുബന്ധ സാമഗ്രികളും ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഡയാലിസിസ് സെൻ്ററിലേക്ക് എത്തിച്ചു നൽകിയത് പോമയുടെ പ്രവർത്തകരുടെ മികച്ച സേവനമാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവിലേക്കുള്ള കൈത്താങ്: ഈ കാലയളവിൽ പോമയുടെ 50,000 രൂപയുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവിനുള്ള സഹായം അവരുടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വളരെ മുതൽക്കൂട്ടായി. തൊഴിൽ സഹായം: തൻ്റെ തൊഴിൽ സ്ഥാപനം സാമ്പത്തിക പരാധീനത കാരണം ഒന്ന് വികസിപ്പിച്ച് തൻ്റെ നിത്യജീവിതത്തിനുള്ള വക കണ്ടെത്താൻ വളരെ പ്രയാസപ്പെടുന്ന 8 വ്യക്തികൾക്ക് തണലേകാൻ പോമയ്ക്ക് കഴിഞ്ഞു എന്നത് ഈ കാലയളവിലെ പോമയുടെ എടുത്തു പറയാവുന്ന നേട്ടമാണ്. വിദ്യാഭ്യാസ സഹായം: സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പഠനത്തിൽ വളരെ മിടുക്കരായ 2 കുട്ടികൾക്ക് അവരുടെ ഉന്നത പഠനം അവസാനിപ്പിക്കേണ്ട ഘട്ടത്തിൽ പോമയുടെ ഇടപെടൽ ഈ കാലയളവിലാണ് ഉണ്ടായത്. PGCC: പൊന്നാനി ഗൾഫ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമായും പോമ പ്രവർത്തിച്ചു വരുന്നു. പൊന്നാനിയിലെ സാധു സംരക്ഷണ പ്രവർത്തനത്തിന് മറ്റ് ഗൾഫ് പൊന്നാനി കൂട്ടായ്മകൾക്കൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിലും പോമയുടെ ഇടപെടൽ ശക്തമായി തുടരുന്നു. ഈ റിപ്പോർട്ട് കാലയളവിൽ 26 എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകളും 12 സബ് കമ്മിറ്റി മീറ്റിങ്ങുകളും ചേരുകയുണ്ടായി. നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മാസവരിസംഖ്യയും പോമയുടെ പ്രവർത്തനത്തിൽ തൽപരരായവരുടെ സഹായങ്ങളുമാണ് പോമയുടെ പ്രവർത്തന മൂലധനം. നാട്ടിൽ നിന്നും വരുന്ന അർഹതപ്പെട്ട എല്ലാ അപേക്ഷകളും
ഫണ്ടിൻ്റെ അപര്യാപ്തത കാരണം പലപ്പോഴും പരിഗണിക്കാൻ കഴിയാറില്ല. നിങ്ങളിൽ ഓരോരുത്തരും അവനാൽ കഴിയുന്ന മാസവരി സംഖ്യ പോമയെ ഏൽപ്പിച്ചാൽ പോമയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് വലിയ മുതൽക്കൂട്ടാകും. ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലും ഖദറ എന്ന കൊച്ചു പ്രദേശത്ത് നിന്ന് മുകളിൽ പറഞ്ഞ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ സാധിച്ചതിൽ സർവശക്തന് നന്ദി പറഞ്ഞുകൊണ്ടും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അർഹമായ പ്രതിഫലം സർവേശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കാലയളവിലെ പോമ പ്രവർത്തന റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നു. ഇനി ഈ കാലയളവിലെ വരവ് ചെലവ് റിപ്പോർട്ട്. 2023 ഓപ്പണിംഗ് ബാലൻസ് 2448 റിയാല് 234 പൈസ. വരിസംഖ്യ ഇനത്തിൽ കളക്ഷനായിട്ട് വന്നത് 15,073 റിയാല്. ടോട്ടല് 17,522 റിയാല്. ടോട്ടൽ എക്സ്പെൻസ് വന്നിരിക്കുന്നത് 15,562 റിയാല്. ഈ കാലയളവിൽ ക്ലോസിംഗ് ബാലൻസ് 1959 റിയാലാണ്. ഇനി എക്സ്പെൻസസ് ഇന്ത്യൻ റുപ്പീസിലാണ്. റേഷൻ സഹായം 13,97,000. ചികിത്സാ സഹായം 7,98,200. വീട് പുനർനിർമ്മാണം 2,12,000. ഈദ് പുടവ 1,80,000. ഡയാലിസിസ് സെൻ്ററിനുള്ള സഹായം 6 ലക്ഷം രൂപ. പെയിൻ ആൻഡ് പാലിയേറ്റീവിന് 50,000 രൂപ. തൊഴിൽ സഹായം 3,74,000 രൂപ. വിദ്യാഭ്യാസ സഹായം 1,06,500 രൂപ. ഇതാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം. ഞാൻ ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഇനി വേറെ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഇതുപോലെ ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഇത് കേവലം ഒരു പോമയുടെ എന്തെങ്കിലും ഒരു പേപ്പർ എന്ന രൂപത്തിൽ നിങ്ങളത് കൺസിഡർ ചെയ്ത് മാറ്റി വെക്കരുത്. ഇതിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ഒരു മാസം നിങ്ങൾക്ക് എത്ര സംഖ്യയാണ് പോമയെ ഏൽപ്പിക്കാൻ പറ്റുക എന്നൊരു സംഖ്യ അതിൽ എഴുതിയിട്ട് ഇത് തിരിച്ചു കൊടുക്കണം. ഈ പേപ്പർ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കേവലം ഒരു പേപ്പറല്ല. നാട്ടിൽ ഒരുപാട് പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളിലേക്കുള്ള എത്തിച്ചേരേണ്ട ഒരു സംഖ്യയുടെ ഏതോ ഒരു ഭാഗം നിങ്ങളുടെ കയ്യിൽ നിന്നും ചെലവഴിക്കാനുള്ള ഒരു അപേക്ഷയാണ്. ഇത് നിങ്ങളാരും അവഗണിക്കരുതെന്ന് പ്രത്യേകം പറയുന്നു. ഞാനിപ്പോൾ അടുത്ത നാട്ടിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, ഈ ഫീൽഡിൽ അന്വേഷിക്കാനും മറ്റുമായിട്ട് നാട്ടിലെ പ്രവർത്തകരുടെ കൂടെ പോവാറുണ്ട്. പ്രേംക്ക് അതിനെപ്പറ്റി ഒരു സൂചന തന്നിരുന്നു. ഒരു അമുസ്ലിം കുടുംബത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്, ഒരു വാടകൻ്റെ ഇനം. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് ഏറ്റവും വലിയ പ്രയാസം പട്ടിണി കിടക്കുക, അങ്ങനെയുള്ള പ്രയാസങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ വളരെ പ്രധാനപ്പെട്ട പ്രയാസം തന്നെയാണ്. പക്ഷെ ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുക എന്നുള്ളൊരു പ്രയാസം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു പ്രയാസമാണ്. അത് അനുഭവിക്കാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ, ഞങ്ങളവിടെ എത്തുന്നത് ഒരു 10-10:30 മണിൻ്റെ സമയത്താണ് രാവിലെ. അപ്പോൾ ആ കുടുംബത്തിൽ ഒരു ചെറിയ കുട്ടിക്ക് ജന്മനാലുള്ളൊരു അസുഖം, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതിന് തന്നെ അവർ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. അതിൻ്റെ അപേക്ഷ പോമയിലേക്ക് കിട്ടിയപ്പോൾ അതിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവരുടെ ആ പ്രയാസങ്ങളൊന്നുമല്ല പറയണത്. 5 മാസത്തിലേറെയായി ആ വീട്ടിൻ്റെ വാടക കൊടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ ഹൗസ് ഓണർ വന്നിട്ട് നിരന്തരം അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല സമയത്തും മറ്റുള്ളവരുടെ ഇടയിൽ അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാണ് ഈ ഒരു വിഷയം കാരണം. ഏറ്റവും ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ 10-11 മണി സമയമായിട്ടും ആ കുടുംബത്തിൽ ഭക്ഷണം ആരും കഴിച്ചിട്ടില്ല. ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും ഒരു ലക്ഷണം അവിടെ കഴിക്കാനുള്ള വകക്കുള്ള ഒരു ലക്ഷണം പോലും അവിടെ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയുള്ള ഒരു കുടുംബം. എന്നിട്ട് പോലും അവരുടെ പട്ടിണിയല്ല അവർ പറയണത്. അവർ ഞങ്ങളുടെ മുന്നിൽ വെക്കുന്ന പ്രയാസം, ഞങ്ങളെ ഈ ഒരു പ്രയാസത്തിൽ നിന്ന് നിങ്ങളൊന്ന് കരകയറ്റിത്തരണം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോയ എല്ലാവർക്കും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാതെ അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റിയില്ല. അവർക്ക് ആ നേരത്തും ഒരു കുറച്ച് ദിവസത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള ഏർപ്പാട് പോയ ഞങ്ങളിൽ ഉള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് അതിനുള്ള വക ഞങ്ങൾ അവിടെ ശരിയാക്കി കൊടുത്ത്. ബാക്കി വാടകൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ഹൗസ് ഓണറുമായിട്ട് സംസാരിച്ചിട്ടും ബാക്കി കാര്യങ്ങൾ റഹീംക്ക പറഞ്ഞിരുന്നു. ഈ എക്സിക്യൂട്ടീവിൽ അവതരിപ്പിക്കുകയും അതിനുണ്ടായ പ്രതികരണമൊക്കെ നിങ്ങൾ അറിഞ്ഞതാണ്.
അപ്പം നമ്മൾ ഈ അപേക്ഷകളും നാട്ടിൽ വരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ തരുന്ന സംഖ്യ ആത്മാർത്ഥമായിട്ട് ഞാൻ 25 വർഷമായി ഈ പോമ ഇവിടെ, അതിൽ ഏകദേശം 20 വർഷത്തോളം ഞാനും കൂടെ ഉണ്ട് ഈ പോമയുടെ. ഇന്ന് വരെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു രൂപ പോലും അനാവശ്യമായിട്ട് പോമ ചെലവഴിച്ചിട്ടില്ല. വളരെ അർഹതപ്പെട്ട ആളുകൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അവരുടെ ദൈന്യത വെളിപ്പെടുത്താത്ത രൂപത്തിൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റഹീംക്ക പറഞ്ഞത്, ഞങ്ങളുടെ ഒരു മീഡിയയിലും ആ കാശ് വാങ്ങിക്കുന്ന ഫോട്ടോയോ അവരുടെ പ്രയാസങ്ങളോ ഞങ്ങൾ ഷെയർ ചെയ്യാറില്ല. ഇന്ന് വരെ അങ്ങനെ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഉറപ്പിച്ചു പറയുന്നു, തുടർന്നും പോമ ഈ ഒരു പ്രിൻസിപ്പൾ തുടരുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഈ പേപ്പറിൻ്റെ കാര്യം പരിഗണിക്കുക. ഇതിൽ നിങ്ങൾ എഴുതുന്ന ആ തുക ഏതോ ഒരു കുടുംബത്തിലേക്കുള്ള അവരുടെ കണ്ണീരൊപ്പാനുള്ള തുകയാണെന്ന് മാത്രം മനസ്സിൽ വെച്ച് ഒരു മാസം നിങ്ങൾക്ക് സാധിക്കുന്ന എത്രയാണെങ്കിലും അത് എഴുതിയിട്ട് തിരിച്ചേൽപ്പിക്കണം. അവിടെ രജിസ്ട്രേഷൻ കൗണ്ടറുണ്ട്, നിങ്ങൾ എഴുതി നിങ്ങളുടെ നമ്പർ അതിൽ എഴുതിയിട്ട് കൊടുത്താൽ ഞങ്ങളുടെ ആളുകൾ ബന്ധപ്പെടും. ഇൻഷാ അല്ലാഹ് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹ് അമലായി സർവശക്തൻ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.